പ്രപഞ്ചം ശാന്തമായിരുന്നു. പക്ഷേ അതിൻ്റെ ഹൃദയത്തിൽ ഒരു ദിവസം ഉണർന്നു മഹാശക്തി. അവൾ സതി, ദക്ഷ പ്രജാപതിയുടെ മകൾ. പക്ഷേ ഒരു രാജകുമാരി മാത്രമല്ല. അവൾ ജനിച്ചത് ഒരു പ്രണയത്തിനായി, ഒരു മഹാശക്തിക്കായി. ഹിമാലയത്തിലെ ശാന്തതയിൽ ലോകത്തെയെല്ലാം മറന്ന് ധ്യാനത്തിലിരുന്ന ഒരാൾ. അവൻ ശിവൻ. അവന്റെ കണ്ണുകളിൽ ബ്രഹ്മാണ്ഡം, അവന്റെ നിശബ്ദതയിൽ സൃഷ്ടിയും സംഹാരവും. സതിയുടെ ഹൃദയം ശിവനിലേക്കൊഴുകി, ഭക്തിയായി, പ്രണയമായി, ആത്മാവായി. അവരുടെ കണ്ടുമുട്ടൽ ഒരു സാധാരണ സന്ധിയല്ല, അത് രണ്ട് ശക്തികളുടെ ഏകീകരണമായിരുന്നു. പക്ഷേ അഹങ്കാരം ദൈവികതയെ മനസ്സിലാക്കില്ല. ദക്ഷന്റെ യാഗത്തിൽ ശിവനെ അപമാനിച്ചു. സതി അവളുടെ പ്രണയത്തെ അപമാനിച്ചതിനെ സഹിക്കാനായില്ല. എന്റെ ശരീരം ദക്ഷന്റെ മകളായിരിക്കാം, പക്ഷെ എന്റെ ആത്മാവ് ശിവനുടേതാണ്. അങ്ങനെ അവൾ തീയിൽ പ്രവേശിച്ചു. ശിവന്റെ ദുഃഖം കോപമായി മാറി. ഭൂമി നടുങ്ങി, ആകാശം ഇരുണ്ടു. അവന്റെ ജടയിൽ നിന്ന് ജനിച്ചു വീരഭദ്രൻ, സംഹാരത്തിന്റെ പ്രതിരൂപം. ശിവൻ താണ്ഡവം തുടങ്ങി. ഓരോ ചുവടിലും ഭൂമി വിറച്ചു, ഓരോ ശ്വാസത്തിലും പ്രപഞ്ചം കുലുങ്ങി. പക്ഷേ ശക്തി ഒരിക്കലും നശിക്കില്ല. ദേവന്മാർ ഭയപ്പെട്ടു. ലോകം നശിച്ചു പോകുമെന്നവർ മനസ്സിലാക്കി. അപ്പോൾ വിഷ്ണു മുന്നോട്ടു വന്നു. ലോകത്തെ രക്ഷിക്കാൻ അവൻ തന്റെ സുദർശന ചക്രം പ്രയോഗിച്ചു. സുദർശന ചക്രം ആകാശത്ത് ചുറ്റി സഞ്ചരിച്ചു, ഒരു ദിവ്യപ്രകാശം പോലെ. അത് ശിവന്റെ കയ്യിലുണ്ടായിരുന്ന സതിയുടെ ശരീരം ഭാഗങ്ങളാക്കി വിഭജിച്ചു. അവ ഭാഗങ്ങൾ ഭൂമിയിലെ പല സ്ഥലങ്ങളിലും വീണു. അവിടെയാണ് ശക്തിപീഠങ്ങൾ രൂപപ്പെട്ടത്. ശിവന്റെ വേദന ശാന്തമായി. ലോകം രക്ഷപ്പെട്ടു. പക്ഷേ ശിവന്റെയും സതിയുടെയും പ്രണയം അവസാനിച്ചില്ല. ആത്മാവ് ഒരിക്കലും മരിക്കില്ല.